വെൽക്കം ടു പ്രിദാസ് ഇൻ കിച്ചൻ. ഇന്ന് കാണാൻ പോണത് ദോക്ല. ഇത് ഗുജറാത്തി ഫേമസ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതെങ്ങനെയാണെന്ന് കാണാം നമുക്ക്. ഇതിന് ആവശ്യത്തിനുള്ളത് ഫസ്റ്റ് കടലമാവ് 4 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര 1 സ്പൂണ്, പിന്നെ സോൾട്ട് ആവശ്യത്തിന്, ടെർമറിക് 1/2 സ്പൂണ്, കരിവേപ്പില, 6 പച്ചമുളക്, കടുക്, ഈനോ 1 പാക്കറ്റ്. എങ്ങനെയാണെന്ന് നോക്കാം. കടലമാവ് 4 സ്പൂൺ എടുത്തിട്ടുണ്ടല്ലോ, അതിൽ നമ്മൾ എടുത്തിട്ടുള്ള ഷുഗർ ചേർത്തു. പിന്നെ അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് 1/4 സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ടെർമറിക് പൗഡർ 1/4 സ്പൂൺ, പിന്നെ ഈനോ 1 പാക്കറ്റ് എടുത്തിട്ടുണ്ട്, അതിൽ ചേർത്താം. ഇത് നല്ലോണം പൊങ്ങി വരാനും ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഇത് നല്ലോണം മിക്സാക്കി എടുക്കണം. അതിന് നമുക്ക് ആവശ്യമുള്ള വെള്ളം കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സാക്കാം. കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ ചേർത്ത് കൊടുക്കാം, മിക്സാക്കാം. നല്ലോണം തിക്ക് ബാറ്റർ ആവണം. നല്ലോണം മിക്സാക്കണം. കട്ടകളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിൽ നല്ലോണം മിക്സാക്കണം. ഇത് ഒരുപാട് തിക്കായി, കുറച്ചും കൂടി വെള്ളം ചേർത്താൽ നമുക്കിതിൽ കട്ടകളില്ലാണ്ടാവട്ടെ. ഓക്കെ, ഇതിൽ കുറച്ചും കൂടി വെള്ളം ചേർത്താം. ഇത്തിരി ചേർത്തിയാൽ മതിയേ. ഓക്കെ, ഇനി ഇത് നമുക്ക് നല്ലോണം മിക്സ് ആക്കിയിട്ട് മിക്സ് ആക്കിയ ശേഷം നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. ഓക്കെ, ഇപ്പം നമ്മുടെ കടലമാവിൻ്റെ ബാറ്റർ റെഡിയായി. ഇതിൽ പഞ്ചസാര, ഷുഗർ, ടെർമറിക്, പിന്നെ കടലമാവ് ചേർത്തിട്ടുണ്ട്. ഇത് നമ്മൾ സ്റ്റീമാക്കി എടുക്കാം. ഇത് ഇഡ്ഡലി പാത്രത്തിലോ ഏതിൽ വേണമെങ്കിലും നിങ്ങൾ സ്റ്റീം ആക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഫ്രൈ പാനിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിച്ചിട്ട് ആ പാത്രത്തിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്ന ശേഷം നമ്മുടെ ബാറ്ററെല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇത് സ്ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ്സ് നല്ലോണം വേകട്ടെ. ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. വെച്ചു. ഇതേപോലെ ഇത് മാറ്റി വെക്കാം. ഇതിന് ശേഷം ഒരു ഫ്രൈ പാനിൽ 1 സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായതിനു ശേഷം കടുകിടാം. ചൂടായി കടുകിടാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കരിവേപ്പില ചേർത്താം. നല്ലോണം ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് 2ആയിട്ട് കട്ടാക്കിയിട്ട് അതിൽ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇതും ഫ്രൈ ചെയ്തെടുക്കണം. നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ പഞ്ചസാര 1 സ്പൂണ്, അതിൽ 1/2 സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ടേസ്റ്റിന് ഉപ്പ്. ആൾറെഡി നമ്മൾ കടലമാവ് ബാറ്ററിൽ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത് നോക്കി ചേർത്തണം. പിന്നെ ഇതിൽ ഇത്തിരി വെള്ളം ഒഴിക്കാം. അപ്പോഴാണ് ഇതിൻ്റെ ഈ
പച്ചമുളകും ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇതിലിറങ്ങുള്ളൂ, വെള്ളത്തിലിറങ്ങുള്ളൂ. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ബോയിൽ ചെയ്തിട്ട് എടുക്കുന്നില്ലേ കടലമാവ്, അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാനാണ്. അപ്പോഴാണ് ഇതിൻ്റെ എല്ലാ ഫ്ലേവറും അത് അബ്സർവ് ആവുള്ളൂ. ഓക്കെ, ഫ്രീ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കടലമാവ് ബാറ്റർ വേവിച്ചിട്ടുണ്ടല്ലേ സ്റ്റീമിൽ, അതെങ്ങനെ എന്തായെന്ന് നോക്കാം. ഓക്കെ, ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, വെന്തു, ഒട്ടിപ്പിടിക്കണില്ല. ഓക്കെ, ഇത് 7 to 10 മിനിറ്റ്സ് തണുപ്പിച്ചതിന് ശേഷം, മീൻസ് പുറത്തെടുത്ത് വെച്ചാൽ മതി. തണുപ്പിന് ശേഷം ഒരു വേറൊരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം. മാറ്റിയിട്ടുണ്ട്. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, കറക്റ്റ് വേവാണ്. ഓക്കെ, ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് സ്ക്വയർ പീസസിൽ കട്ടാക്കാം. കറക്റ്റ് വേവാണ്, സ്പോഞ്ച് പോലെയാണ്. ഇത് നമ്മൾ ഒഴിക്കണ ഫ്ലേവർ ഇതിൽ സ്വീറ്റ്, പിന്നെ ഉപ്പ്, എരിവ്. ഓക്കെ, ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് സ്ക്വയർ പീസസിൽ കട്ടാക്കാം. കറക്റ്റ് വേവാണ്, സ്പോഞ്ച് പോലെയാണ്. ഇത് നമ്മൾ ഒഴിക്കണ ഫ്ലേവർ ഇതിൽ സ്വീറ്റ്, പിന്നെ ഉപ്പ്, എരിവ് ഇതൊക്കെ മിക്സ് ആക്കിയിട്ട് പറയാൻ പറ്റില്ല, അത്ര ടേസ്റ്റാണ്. നിങ്ങൾ ചെയ്ത് നോക്കൂ, ചെയ്തിട്ട് അഭിപ്രായം പറയൂ. ഇത് ലഞ്ചായിട്ട് കൊണ്ടുപോകാം, നമുക്ക് സ്നാക്സായിട്ട്, ഈവനിങ് സ്നാക്സായിട്ട് കഴിക്കാം, ഡിന്നറായിട്ട് കഴിക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിട്ടല്ലേ പച്ചമുളക്, കടുക്, കറിവേപ്പില ഇട്ടിട്ട്, അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ്സ് വിടാം. അത് നല്ലോണം ഉള്ളിലേക്ക് അബ്സർവ് ആയിക്കോളും. ആ മറ്റേ ഓയിലും വെള്ളത്തിൻ്റെയും ആ പച്ചമുളകുടെ എരിവും കറിവേപ്പിലയുടെ ആ ഫ്ലേവറും അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഓക്കെ, ഇങ്ങനെ ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് നമുക്ക് വിടാം. നമ്മുടെ ധോക്ല റെഡി. ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നോക്കൂ, നല്ല സ്പോഞ്ച് പോലെ വന്നിട്ടുണ്ട്. ആ ഫ്ലേവറൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ടുണ്ട്. നോക്കൂ, ഇത് ഗ്രീൻ ചട്നിയോടെ കഴിക്കാം, അല്ലെങ്കിൽ സ്പൈസി ആയിട്ടുള്ള ടൊമാറ്റോ സോസ് അങ്ങനെയുള്ളതിലും കഴിക്കാം. കഴിച്ചു നോക്കി, അടിപൊളി ടേസ്റ്റാണ്. എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യ, അത്ര ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കൂ, അപ്പോഴേ അറിയുള്ളൂ. ഇതിന് കോമ്പിനേഷൻ ആയിട്ട് ഞാൻ ഫിൽറ്റർ കോഫി കാണിക്കാം. ഇതിന് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, 1 ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിൻ്റെ അളവ് കുറവും പാലിൻ്റെ അളവ് കൂടുതലാണ്. എന്താ വെച്ചാൽ ഫിൽറ്റർ കോഫിയാണ്. ആൾറെഡി ഞാൻ ഫിൽറ്റർ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പാൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഫിൽറ്റർ കോഫി ഞാൻ ഓൾറെഡി കാഫി പൗഡർ മുകളിലിട്ടിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഫിൽറ്റർ ആയിട്ടുണ്ട്. കാഫി പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഫിൽറ്റർ ആയിട്ടുണ്ട്. ഓക്കെ,
ഇതിന് ഞാൻ ശർക്കര പഞ്ചസാര ഇടുന്നില്ല, ശർക്കര ഇടണേ. ഒന്നേകാൽ സ്പൂൺ ശർക്കര ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫിൽറ്റർ കോഫി ഇട്ടിട്ടുണ്ട്. ഇതൊരു 1/4 ഗ്ലാസ് ഒഴിക്കാം. ഇത് നമ്മൾ വെള്ളം കുറവാണ് ചേർത്തിട്ടുള്ളത്, പാളാണം മീതിയൊക്കെ ചേർത്തിട്ടുള്ളത്, അതും ചേർത്ത് കൊടുക്കാം. അടിപൊളിയായിട്ടുള്ള ഫിൽറ്റർ കാപ്പിയും റെഡി. ഇതും ഈ ദോക്ലയും കോമ്പിനേഷൻ അടിപൊളിയായിരിക്കും. ചെയ്ത് നോക്കൂ, ട്രൈ ചെയ്യൂ, അഭിപ്രായം പറയൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു സോ മച്ച്. ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. താങ്ക് യു.